എന്താ? ഇവിടെ ബൈക്ക് മോഡിഫൈ ചെയ്യാറുണ്ടോ? നമ്മൾ ചെയ്യാറുണ്ട്. ചേട്ടാ എൻ്റെ ബൈക്ക് ഒന്ന് മോഡിഫൈ ചെയ്യണം. ഇതിപ്പോൾ നല്ല ഗംഭീര ലുക്കിലാണല്ലോ. അല്ല, ഇങ്ങനെ ചെയ്യണം. 76 മോഡലാണ്. അതെ ചെയ്യാം, പക്ഷേ സമയമെടുക്കും. എനിക്ക് പെട്ടെന്ന് കിട്ടണം. പൈസ എത്രയായാലും കുഴപ്പമില്ല. ചേട്ടാ ഇത് മോഡിഫിക്കേഷൻ ചെയ്യുന്ന ആളിവിടെ ഇല്ല. പുള്ളി ടൗണിൽ പോയേക്കുക. പുള്ളി വന്നാലേ ഇത് എപ്പോൾ തരാൻ പറ്റുമെന്ന് പറയാനൊക്കെ ഉള്ളൂ. വരട്ടെ, ഞാൻ വെയിറ്റ് ചെയ്യാം. ശരി. എടാ അത് കുത്തി കളിച്ചോണ്ടിരിക്കുക. അതാ വണ്ടി ഇന്ന് വൈകിട്ട് കൊടുക്കാനുള്ളതാണ്. മഹേന്ദ്രേട്ടാ, ഈ വണ്ടി അടിച്ചു മാറ്റിയതാ. നമ്പർ നോക്കിയേ. ഇതിൽ ഫോൺ നമ്പർ ഉണ്ട്, നോക്കി. എവിടെ നമ്പർ പറഞ്ഞേ? നമ്മൾ വിചാരിക്കുന്ന പോലെയോ ചിന്തിക്കുന്ന പോലെയോ ഒന്നും അല്ലല്ലോ കാര്യങ്ങൾ നടക്കുന്നത്. രാജു ഇങ്ങനെ സങ്കടപ്പെടുന്നത് കണ്ട് അമ്മച്ചി ആകെ വിഷമത്തിലാണ്. കഴിഞ്ഞത് കഴിഞ്ഞു. വിട്ടുപോയവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനല്ലേ നമുക്ക് പറ്റൂ. സമാധാനിക്ക്. എന്ത് സമാധാനം? ഞാനിതിനിടെ പപ്പയോട് ഒരു കാര്യം പറഞ്ഞിരുന്നു. എൻ്റെ ഇഷ്ടവും തീരുമാനമൊക്കെ തുറന്നു പറഞ്ഞു. ഹലോ, രാജു ജോസഫ് അല്ലേ? അതെ. നിങ്ങളുടെ വണ്ടി മിസ്സിംഗ് ആണോ? ആ, ഞാൻ ഈ കുടിയാമല ശക്തി വർക്ക്ഷോപ്പിൽ നിന്ന് വിളിക്കുക. നിങ്ങളുടെ വണ്ടി ഇവിടെ വന്നിട്ടുണ്ട്. ആണോ? പെട്ടെന്ന് വന്ന ആളെ കൈയോടെ പിടിക്കാം. അവനെ വിടരുതേ, ഞാനത് വരുന്നു. വരുന്നുണ്ടാ പോരും. എന്തായി മഹേന്ദ്രേട്ടാ? എടാ അവിടെ പറഞ്ഞിട്ടുണ്ടോ അമ്മമാരോട്? അമ്മമാരിപ്പോൾ ഉടനെ വരും. നീ പോയി പണിയെടു. പോക്കോ. ഹലോ, പോലെ അവിടേക്ക് പോലെ നിക്ക്. പറയുന്ന കേക്ക്. എന്റെ പൊന്നേട്ടത് ആളുതാ ഇപ്പൊ വരും. ആളുതാ വന്നോണ്ടിരിക്കാന്ന്. എന്ത് മനുഷ്യനെങ്ങനെ?
രാജുടാ അവനെ വിടറ. ഇവരെന്റെ ബൈക്ക് അത് മാഷിന്റെ മോനാടാ. നിന്റെ വണ്ടി കിട്ടിയില്ലേ? കൊണ്ടുവയ്ക്കോ. അച്ഛാ എനിക്ക് എൻ്റെ ബൈക്ക് വേണം. ഇങ്ങോട്ട് വരാനല്ലേ പറഞ്ഞു. വാ ഇങ്ങോട്ട്. നടക്ക്. എനിക്കത് വേണം വാ അച്ഛാ. ഇങ്ങോട്ട്. നീ കരുതുന്ന പോലെ അവനൊരു കള്ളനല്ല. ഈ ബൈക്കുമായിട്ട് അവനൊരു ആത്മബന്ധമുണ്ട്. ഹരിക്കുട്ടാ, നേരെ നോക്ക്, നേരെ. ഭാനു, എന്താ വന്നേ. എന്താ? നിന്റെ അച്ഛൻ ഈ പട്ടാളത്തിലെ മേജറാണെന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. അതെന്താ? പഞ്ചാബിൽ നിന്ന് ഒരു ബൈക്കും കൊണ്ടുവന്നിരിക്കുന്നു. അതിനെന്താ? ഒന്നാമത് അവന് കാഴ്ച കുറവാണ്. അല്ലെങ്കിൽ തന്നെ ഈ ബൈക്കൊന്നും ഓടിച്ച് പഠിക്കാനുള്ള പ്രായമായിട്ടില്ലെന്ന് അവന്. ഈ അസുഖം മനസ്സിലായി. സദാനന്ദ, ഞാൻ ഇറങ്ങുക. പോട്ടെ മോനെ. മോനെ, അപ്പൂപ്പൻ പോവുക. അപ്പൂപ്പൻ പോവണ്ട. പോകാണ്ടിരിക്കാൻ പറ്റുമോ? മോൻ നന്നായിട്ട് പഠിക്കണം കേട്ടോ. നല്ലോണം പഠിച്ച് നല്ല മാർക്ക് വാങ്ങുകയാണെങ്കിൽ മുത്തശ്ശേരിന്ന് അമ്മ ബൈക്ക് വാങ്ങിച്ചേരാം. കൊച്ചു കുട്ടികൾക്ക് ആവശ്യമില്ലാത്ത പ്രതീക്ഷകൾ കൊടുക്കല്ലേ ടീച്ചറെ.